ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, കിക്കറൊക്കെ അടിച്ചാലും താഴുന്നില്ല. അതായത് വണ്ടിയുടെ ക്രാങ്ക് ജാമായക്കണായിട്ടാണ്, അത് കണക്ടർ റോഡ് ജാമായക്കണായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് വന്നേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്തൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. പ്രത്യക്ഷത്തിൽ വേറെ പുറമേ നിന്ന് വേറെ അതിനുമായി ബന്ധപ്പെട്ട് വേറെ യാതൊരു ലക്ഷണം കാണില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ എഞ്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് വേണം നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. നിലവിൽ ഓയിലൊക്കെ ഉണ്ട്. ഓയിൽ ലെവൽ കാര്യങ്ങളോ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓയിലൊക്കെ നമുക്ക് വണ്ടിക്കകത്തുണ്ട്. കണക്ട് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ലെവലൊക്കെ ഉണ്ട്. കണക്ടർ റോഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് ഇതിക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മാസം 5 മാസം മുമ്പ് എന്തോ നമ്മൾ ഇതിൻ്റെ അഴിച്ച് ചെയ്തേക്കണതാണ്. അന്ന് പുകയുടെ പ്രോബ്ലമാണ് പറഞ്ഞായിരുന്നത്. കണക്ടർ റോഡിന് അപ്പം തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ അതിൽ വരാൻ പോകുന്ന കംപ്ലയിൻറ്റിൻ്റെ അടക്കം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് മാക്സിമം ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് അന്ന് നമ്മൾ ചെയ്തു വിട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു 4 മാസം അല്ലെങ്കിൽ 5 മാസം ഓടിയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ ഓൾറെഡി ഡാമേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ചെയ്താൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാം, ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്തെടുക്കാം. വാറണ്ടിയിൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് റിസ്ക് ഒന്നുമില്ല, ക്ലിയറായിട്ട് വണ്ടി നോക്കാമെന്നുള്ളതാണ്. കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ വിളിച്ചതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ പറഞ്ഞ് അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാറണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന പാർട്സുകളോ മാറ്റുന്ന പാർട്സുകളോ ഡാമേജ് എന്തെങ്കിലുമൊക്കെ പാർട്സിനടക്കം നമുക്ക് തന്നെ വാറണ്ടി കിട്ടും. അത് നമ്മൾ തന്നതാണ്, കമ്പനി പ്രൊവൈഡ് ചെയ്യണമല്ല, മാസ് മോട്ടോഴ്സിൽ നിന്ന് കിട്ടുന്ന വാറണ്ടിയാണ്. അപ്പോൾ ഇത് നിലവിൽ അങ്ങനെ അഴിച്ച് ചെയ്താൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിനകത്ത് കയറി നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത്. അതും കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. ഒന്ന് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടണം. അതും പ്രകാരം നമുക്ക് അഴിച്ച് നോക്കാനായിട്ടുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളത് അഴിച്ച് നോക്കി എന്താണ് അതിൻ്റെ പോരായ്മ, എന്താണ് കംപ്ലയിൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് തരാനായിട്ട് പറ്റും. ഒന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. നല്ല രീതിയിൽ തന്നെ ചെയ്താൽ തന്നെയാണ് വണ്ടി നിൽക്കുള്ളൂ. അതേപോലെ തന്നെ കറക്റ്റ് മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് വണ്ടിക്ക് മാക്സിമം കംപ്ലയിൻറ്റുകൾ ചെയ്യാണ്ട് പരമാവധി ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കൃത്യമായിട്ട് അത് നോക്കാം. എനിക്ക് മുമ്പ് ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസും ലിങ്കുകൾ അതിനകത്ത് കിടക്കുന്നുണ്ട് വീഡിയോൻ്റെ. അതൊന്ന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഓക്കെ.